ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ ഇഷ്ടപരമ്പരയുടെ ഇന്നത്തെ പുതുപുത്തൻ വിശേഷങ്ങളിലേക്ക് ഏവർക്കും സ്വാഗതം. എല്ലാവർക്കും ഇന്ന് നല്ലൊരു ദിവസമാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് തന്നെ നമുക്ക് വിശേഷങ്ങളിലേക്ക് കടക്കാട്ടോ. തൻ്റെ അച്ഛൻ മേടിച്ച തോട്ടത്തിനെ പറ്റി എന്തെങ്കിലും ഒരു വിവരം കിട്ടുമോ എന്നറിയാനായിട്ട് നമ്മുടെ നിവിനും കാവേരിയും കൂടി നേരെ കുറിഞ്ഞുമലയിലുള്ള ആ 5 ഏക്കർ തോട്ടത്തിലേക്ക് ചെല്ലുകയാണ് കേട്ടോ. അപ്പം അവിടെ ശിവരാമൻ എന്ന് പറയുന്ന ജയപാലൻ്റെ വിശ്വസ്ത നിപ്പുണ്ട്. അപ്പം ശിവരാമനെ കാണുമ്പം അടുത്തേക്ക് ചെല്ലും. ആരിത്, കാവേരി മോളെന്താ ഈ വഴിക്ക് എന്ന് ശിവരാമൻ അപ്പോൾ ചോദിക്കാൻ കേട്ടോ. എനിക്കൊരു കാര്യം അറിയാനുണ്ടായിരുന്നു. അല്ല ശിവരാമേട്ട, ഈ തോട്ടത്തിൽ അച്ഛൻ മേടിച്ചതാണെന്നും പറഞ്ഞ് ഒരിക്കൽ ഞങ്ങളെല്ലാവരും കൂടി ഇത് കാണാൻ വന്നത് ശിവരാമേട്ടൻ ഓർക്കുന്നുണ്ടോ എന്ന് ചോദിക്കാം. അപ്പം അയാൾ അവിടെ നിന്ന് പരുങ്ങാണ് കേട്ടോ. അല്ല, മറന്നുപോയോ? ഇല്ല, ഞാൻ ഓർക്കുന്നുണ്ട്. അരവിന്ദൻ മക്കളെയും ഭാര്യയും കൂട്ടിക്കൊണ്ട് ഈ തോട്ടം മേടിക്കാനായിട്ട് വന്ന കാര്യങ്ങളൊക്കെ അന്ന് അച്ഛൻ എന്നോട് പറഞ്ഞത് ഈ തോട്ടത്തിനുള്ള മുഴുവൻ പൈസയും കൊടുത്തിട്ടുണ്ട്, ഇനി രജിസ്ട്രേഷൻ മാത്രം ഉള്ളെന്നാ. പിന്നെ എങ്ങനെ ഇതിപ്പം ജയപാല അങ്കിളുടെ പേരിലായി എന്ന് ചോദിക്കാം. എനിക്കതൊന്നും അറിയില്ല മോളെ, ഞാൻ ഇവിടുത്തെ വെറും കൂലിപ്പണിക്കാരനാ. ജയപാലൻ പറയുന്നത് കേട്ട് അയാളുടെ ജോലി ചെയ്ത് അതിനുള്ള കൂലി വൈകിട്ട് മേടിച്ച് ഞാൻ വീട്ടിലേക്ക് പോകും. അല്ലാതെ ഇതെങ്ങനെ തിരിഞ്ഞു മറിഞ്ഞു എന്നൊന്നും എനിക്കറിയില്ല എന്ന് പറയാൻ കേട്ടോ. ഈ തോട്ടത്തിന്റെ യഥാർത്ഥ ഓണർ ആരായിരുന്നെന്ന് ശിവരാമേട്ടൻ അറിയാവോ എന്ന് അപ്പോൾ വീണ്ടും കാവേരി ചോദിക്കാം. എനിക്കൊന്നും അറിയില്ല, ഇവിടുത്തെ വെറും കൂലിപ്പണിക്കാരനായി ഞാൻ എന്തിനാ ഇതൊക്കെ അന്വേഷിക്കുന്നത് എന്ന് അയാള് മുഖം കുനിച്ചുകൊണ്ട് പറയാൻ കേട്ടോ. അപ്പം നിവിന് മനസ്സിലാകുന്നുണ്ട് അയാൾക്കെല്ലാം അറിയാം, അയാൾ മനഃപൂർവ്വം പറയാത്തതാണെന്നേ. അല്ല, നിങ്ങൾക്ക് ഒന്നും അറിയില്ലെന്നാണോ നിങ്ങൾ പറഞ്ഞു വരുന്നത് എന്ന് നീവനപ്പോൾ ഇച്ചിരി ശബ്ദം ഉയർത്തി ചോദിക്കാൻ കേട്ടോ. അത് കേൾക്കുമ്പം അയാളൊന്ന് പേടിക്കുന്നുണ്ടെങ്കിലും പറയും, ഞാൻ എങ്ങനെ അറിയാനാ മോനെ, എനിക്ക് ഈ വക കാര്യങ്ങളൊന്നും അറിയില്ല, ഞാൻ ഇവിടുത്തെ ജോലി ചെയ്യുന്ന ആളല്ലേ. എന്നാ കാവേരി മോളെ, ഞാൻ പോയേക്കുക, വീട്ടിൽ ഭവാനി കാത്തിരിക്കുന്നുണ്ടാവും എന്ന് പറഞ്ഞ് അയാൾ അവിടുന്ന് തടി തപ്പിക്കൊണ്ട് പോവാണ് കേട്ടോ. ആരെ ഈ ഭവാനി എന്ന് നീവനപ്പ ചോദിക്കും. അത് അയാളുടെ ഭാര്യ എന്ന് കാവേരി പറയും. എൻ്റെ കാവേരി, അയാൾ എന്തിനാ വിട്ടത് എന്ന് ചോദിക്കാണ്. അയാൾക്ക് എല്ലാ കാര്യങ്ങളും അറിയാം, നമ്മളെ സഹായിക്കാനുള്ള മനസ്സില്ല, അത്ര തന്നെ. അപ്പം കാവേരി പറയും, അതെനിക്ക് എപ്പോഴേ മനസ്സിലായതാ നിവിനെ, ആ ജയപാലൻ്റെ വിശ്വസ്തനാ അയാള്. ശരിക്കും പറഞ്ഞാൽ അയാളുടെ വളർത്തുനായെ പോലെയാ ഇയാൾ ജീവിക്കുന്നത്. അയാൾ എന്തു പറഞ്ഞാലും അതെല്ലാം കൈയും കൂപ്പി നിന്ന് അനുസരിക്കുന്ന ഒരു വാലാട്ടി പട്ടി. അങ്ങനെയുള്ള ഇയാൾ എന്തെങ്കിലും സഹായം നമുക്ക് ചെയ്യുമെന്നുള്ള പ്രതീക്ഷ ഒന്നും എനിക്കുണ്ടായിരുന്നില്ല. പിന്നെ എന്തേലും അയാളുടെ വായിൽ നിന്ന് ഒരു വാക്കെങ്കിലും വീണാൽ അത് നമുക്കൊരു കച്ചത്തുരുമ്പാകുമെന്ന് കരുതിയാ ഇയാളെ കാണാനായിട്ട് ഇങ്ങോട്ട് വന്നത് എന്ന് പറയാം. എങ്കിലും അയാൾ എന്തൊരു ദുഷ്ടനാ. കാവേരിയുടെ അച്ഛനെ അത്രയ്ക്ക് കാര്യമാണെന്ന് പറഞ്ഞിട്ട് ആ മനുഷ്യനെ ചതിച്ച ജയപാലന് കൂട്ടു നിൽക്കുന്ന കണ്ടില്ലേ എന്ന് പറയാം. അതൊന്നും നമ്മൾ ചിന്തിക്കേണ്ട, അയാളുടെ വായിൽ നിന്ന് ഇനി ഒന്നും കിട്ടാനും പോകുന്നില്ല. ഇനിയിപ്പം നമ്മൾ എന്ത് ചെയ്യും കാവേരി എന്ന് നിവിൻ ചോദിക്കുക. അല്ല, ആ ജയപാലൻ്റെ അടുത്ത് പോയി ഞാൻ ചോദിക്കാന്ന് വെച്ചാൽ എന്തിനാ ഏതിനാന്നും പറഞ്ഞ് 100 ചോദ്യം അയാൾ തിരിച്ചിങ്ങോട്ട് ചോദിക്കും. അതുമല്ല, അയാൾക്ക് സംശയം തോന്നും എന്ന് നിവിനപ്പോൾ പറയാണ്. അതൊന്നും വേണ്ട, നിവിൻ്റെതായ രീതിയിൽ അന്വേഷിക്കുക, ഞാൻ എൻ്റെതായ രീതിയിലും അന്വേഷിക്കാം. എന്തെങ്കിലും ഒരു വഴി നമ്മുടെ മുന്നിൽ തെളിഞ്ഞു കിട്ടാതിരിക്കില്ല, അതെനിക്ക് ഉറപ്പാ എന്ന് കാവേരി പറയുന്നുണ്ട്. എൻ്റെ അച്ഛൻ ആ മണലാരണ്യത്തിൽ കിടന്ന് ചോര നീരാക്കി ഉണ്ടാക്കിയ കാശിനാ ഈ തോട്ടം മേടിക്കാനായിട്ട് എല്ലാം ശരിയാക്കി വെച്ചത്. അത് അയാൾ കൈയടക്കി വെക്കാൻ ഈ കാവേരി ജീവിച്ചിരിക്കുമ്പോൾ സമ്മതിക്കില്ല. ഇതിൻ്റെ പിന്നിലെ ചതി ഞാൻ പുറത്ത് കൊണ്ടുവരിക തന്നെ ചെയ്യും എന്ന് കാവേരി വാശിയോടുകൂടി പറയാൻ കേട്ടോ. ഇത് കേൾക്കുമ്പം നിവിൻ പറയും, ഞാൻ എന്തായാലും തൻ്റെ കൂടെ എല്ലാത്തിനും ഉണ്ടാകും എന്ന് പറയാം. അപ്പോൾ കാവേരിക്ക് ഒരു പ്രതീക്ഷയാണ് കേട്ടോ. ഇതേ സമയം നമ്മുടെ വിനീതും ഗംഗയും കൂടി പുറത്തേക്കൊക്കെ ഒന്ന് ഇറങ്ങിയതാണ് കേട്ടോ. ഗംഗയെ എവിടെയെങ്കിലൊക്കെ കൊണ്ടുപോരണം, അതൊക്കെയാണ് വിനീതിൻ്റെ മനസ്സിൽ. ആദ്യം നമുക്ക് കടയിലൊന്ന് കയറിയിട്ട് പോകാം എന്ന് പറയാം. അപ്പം ഗംഗ പറയും, കട വരാനാണോ ഞാൻ ഇത്രയും ഒരുങ്ങിക്കെട്ടി വന്നത്? ഇത് നന്നായിട്ടുണ്ട്, ഗംഗയ്ക്ക് സാരി നന്നായിട്ട് ഇണങ്ങും, ഇപ്പം കാണാൻ എന്ത് ഭംഗിയാ എന്ന് പറയാം. വിനീതിൻ്റെ ആ സംസാരം കേൾക്കുമ്പം ഗംഗയ്ക്കും ചെറുതായിട്ട് നാണമൊക്കെ വരികയാണ് കേട്ടോ. അങ്ങനെ രണ്ടുപേരും കടയിലേക്ക് കയറി ചെല്ലുമ്പം നമ്മുടെ സലിമിക്ക അവിടെ ഇരുന്ന് തയ്ക്കുന്നുണ്ട്. ആഹാ, ഇതാരിത്, ഗംഗമോളോ? സുഖമായിട്ടിരിക്കുന്ന മോളെ എന്ന് ചോദിക്കാം. അതെ സലിമിക്ക, എനിക്ക് സുഖമാ എന്ന് പറയാണ് കേട്ടോ. ഗംഗ ഇവിടെ ഇരിക്കേ, ഞാൻ ഇപ്പോൾ വരാം. ഞാനേ ഇവിടെ താഴെ ചായക്കടയിൽ നിന്ന് കുറച്ച് ചൂട് ചായയും എന്തെങ്കിലും കഴിക്കാനും മേടിച്ചിട്ട് വരാം എന്ന് പറയാം. സലിമിക്ക, ആ ഫ്ലാസ്ക് എന്തേ എന്ന് സലിമിക്കയുടെ അടുത്ത് ചെന്ന് ചോദിക്കാം. എടാ കള്ള, എനിക്ക് മനസ്സിലാകുന്നുണ്ട് കേട്ടോ, ദേ ഫ്ലാസ്ക് ആ മുകളിൽ ഇരിപ്പുണ്ട്, നീ പോയി മേടിച്ചോ എന്ന് പറയാം. അപ്പോൾ പെട്ടെന്ന് ഫ്ലാസ്ക് എടുക്കുക. അല്ല സലിമിക്ക, ഇത് കഴുകി വെച്ചതായിരുന്നോ എന്ന് ചോദിക്കേ. അതെ, കഴുകിയൊക്കെ വെച്ചിരുന്നതാ, നീ നിന്റെ ഗംഗയ്ക്ക് പോയി ചൂട് ചായ മേടിച്ചു കൊടുത്തോടാ എന്ന് പറയാണ്. അപ്പം ഗംഗ, ഞാൻ ഇപ്പോൾ വരാട്ടോ, നീ ഇവിടെ ഇരുന്ന് തയ്ച്ചോ എന്നും പറഞ്ഞ് ഗംഗ അവിടെ ഇരുത്തിയിട്ട് വിനീത് പുറത്തേക്ക് ഇറങ്ങി പോവാണേ. അപ്പോൾ സലിമിക്കയോട് ഗംഗ ചോദിക്കും, വീട്ടിലെല്ലാവർക്കും സുഖമാണോ സലിമിക്ക എന്ന് ചോദിക്കുക. അതെ മോളെ, അവിടെ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് സലിമിക്ക അപ്പം മറുപടി പറയാൻ കേട്ടോ. അപ്പോൾ ഗംഗയാണ് കട മുഴുവനും ഒന്നിങ്ങനെ കണ്ണോടിക്കുക. അതിനുശേഷം തയ്യൽ മെഷീനിൽ നിന്ന് എഴുന്നേറ്റ് പുറത്തേക്ക് വരികയാണ് കേട്ടോ. എന്നിട്ട് പുറത്ത് ആൾക്കാരൊക്കെ പോകുന്നത് നോക്കി ഇങ്ങനെ നിൽക്കാം.
ഇതേസമയം നമ്മുടെ വിനീത് ചായക്കടയിലേക്ക് കയറി പോകുമ്പോഴാണ് അവിടെ നമ്മുടെ ബേബി ചേട്ടൻ ഒരു ഓട്ടോയിൽ വന്ന് ഇറങ്ങുന്നത് കാണുന്നത്. അതും വെറും കോലത്തിലല്ല കേട്ടോ, വെള്ള ഷർട്ടും വെള്ള മുണ്ടും ഒക്കെ ഉടുത്ത് ഒരു ബൈബിളും കൈ പിടിച്ച് മറുകൈയിൽ ഒരു കൊന്തയും പിടിച്ചിട്ടുണ്ട്. അങ്ങനെ ആടിമുടി മാറി നിൽക്കുന്ന ബേബി ചേട്ടനെ കാണുന്ന നമ്മുടെ വിനീത് ഞെട്ടിത്തെറിച്ച് നിൽക്കുക. ഇത് എന്ത് കോലുവാ എന്ന് വിനീത് അപ്പം ബേബി ചേട്ടനോട് ചോദിക്കാം. നീ എന്താ ഈ പറയുന്നത്? അല്ല, ബേബി ചേട്ടനല്ലേ, വെറും ബേബി അല്ല എന്ന് പറയാം. എന്തൊക്കെയാ ഈ പറയുന്നേ? വെറും ബേബി അല്ലെന്ന്, ഇതിപ്പോഴേ ഞാൻ ദൈവത്തിന്റെ വഴിയിൽ സഞ്ചരിക്കുന്ന ദൈവപുത്രനായ ബേബിയാ എന്ന് പറയാ. ഇത് എന്തു പറ്റി ബേബി ചേട്ടാ നിങ്ങൾക്ക്? കഴിഞ്ഞ ദിവസം എൻ്റെ കടയിൽ നിന്നിരുന്ന് വലിയ രീതിയിൽ പാർട്ടിയൊക്കെ നടത്തി ആ 4 കാലിൽ പോയ ആളാണോ ഈ നിൽക്കുന്നേ? ദേ, ആ കഴിഞ്ഞു പോയ കറുത്ത കാലഘട്ടത്തെ പറ്റി നീ എന്നെ ഓർമ്മിപ്പിക്കരുത്. അന്ന് കുടിച്ച് ലെക്ക് കെട്ട് ഒരു ഓടയിൽ കിടന്ന് എനിക്ക് ഒരു ദിവ്യ വെളിച്ചം കാണാനിടയായി. അത് ഈശ്വരനായിരുന്നടാ, എൻ്റെ പ്രിയ ദൈവനായ യേശുദേവൻ എന്നോട് പറഞ്ഞു, മോനെ ബേബി, നീ ഇനി ദൈവത്തിന്റെ വഴിയിൽ സഞ്ചരിക്കണം. നശിച്ചു പോകുന്ന കുഞ്ഞാടുകൾക്ക് വഴികാട്ടിയായി അവർക്കൊരു നല്ല പാത കാണിച്ചു കൊടുക്കണം. നിന്റെ ഈ ദുശീലം നീ അവസാനിപ്പിക്കണം, അല്ലെങ്കിൽ നീ എന്നേക്കുമായി ഇഞ്ചിഞ്ചായി തീർന്നു പോകും എൻ്റെ കുഞ്ഞാടേ എന്ന് പറഞ്ഞു. അത് കേട്ടപ്പം എനിക്ക് ആ വാക്കുകൾ അനുസരിക്കാതിരിക്കാൻ കഴിഞ്ഞില്ലട വിനീതേ എന്ന് പറയാം. എന്തായാലും ബേബി ചേട്ടൻ്റെ ഈ മാറ്റം എനിക്ക് വിശ്വസിക്കാൻ സാധിക്കുന്നില്ല. എന്താടാ, ഞാൻ നന്നായത് നിനക്ക് ഇഷ്ടപ്പെട്ടില്ലേ? എൻ്റെ പൊന്നു ബേബി ചേട്ടാ, നിങ്ങൾ നന്നായതേ എനിക്ക് എന്തായാലും ഒത്തിരി സന്തോഷമാണ്. അല്ലെങ്കിൽ നിങ്ങൾ എന്നെ ഇനിയും കൊണ്ട് ഏതേലൊക്കെ കുഴിയിൽ ചാടിച്ചേനെ. ഞാൻ ഏത് കുഴിയിലാടാ നിന്നെ കൊണ്ട് ചാടിച്ചത് എന്ന് അപ്പം ബേബി ചേട്ടൻ ചോദിക്കും കേട്ടോ. എന്നെ ഓർമ്മിപ്പിക്കല്ലേ, അന്ന് എൻ്റെ കല്യാണത്തിന്റെ പാർട്ടി നടത്തിയതാണെന്നും പറഞ്ഞ് എന്നെ കുടിപ്പിച്ച് വിട്ടത് ഓർമ്മയുണ്ടോ നിങ്ങൾക്ക്? അന്ന് ഗംഗയും ഞാനും തമ്മിൽ പിരിയാതിരുന്നത് എൻ്റെ ഭാഗ്യം എന്ന് പറയാം. നിങ്ങളെ കൂടി നിർത്തിയില്ലായിരുന്നെങ്കിൽ ഇനിയും എന്തെങ്കിലും കുഴി കൊണ്ട് എന്നെ ചാടിച്ചേനെ. ഇപ്പൊ തന്നെ ഞാനും ഗംഗയും തമ്മിലുള്ള ദാമ്പത്യ ബന്ധം അത്രയ്ക്കങ്ങോട്ട് സുഖകരമായിട്ടില്ല. ഓരോ പ്രശ്നങ്ങളാ ഓരോ ദിവസവും എന്ന് പറയാൻ കേട്ടോ. ഇന്നാണ് ആവശ്യമില്ലാതെ രാധമ്മയുടെ കയ്യിൽ നിന്ന് കുറച്ച് ഉമ്മയും കിട്ടി. അത് നിന്റെ മുത്തശ്ശിയല്ലടാ, അപ്പൊ കുഴപ്പമില്ല എന്ന് പറയാ. അല്ല, എന്താ ഉണ്ടായത് എന്ന് ചോദിക്കുക. അപ്പൊ കാര്യങ്ങളൊക്കെ നമ്മുടെ വിനീത് പറഞ്ഞു കൊടുക്കുക. അങ്ങനെ എൻ്റെ ഹലുവയുടെയും മുല്ലപ്പൂവിൻ്റെയും കാര്യം കുളവായി കിട്ടി, ഒന്നും ശരിയാകുന്നില്ല. എൻ്റെ പൊന്നു വിനീതേ, നിനക്ക് ഇത്രയും പ്രായമായില്ലേടാ, ഒരു പെൺകുട്ടിയെ നിന്റെ വഴിക്ക് കൊണ്ടുവരാൻ നിനക്ക് ഇത്രയായിട്ടും അറിയില്ലേ എന്ന് ചോദിക്കുക. അതെന്താ ബേബി ചേട്ടൻ അങ്ങനെ പറഞ്ഞേ? അവൾ എവിടെയെങ്കിലും പുറത്തൊക്കെ കൊണ്ടുപോടാ എന്ന് പറയാം. അതാണോ? ഇത് ഞാൻ നേരത്തെ ചിന്തിച്ച കാര്യമാണ്. അതുകൊണ്ടേ വിനീതേ ഗംഗയായിട്ടാ വന്നിരിക്കുന്നത്. അവള് കടയിലുണ്ട്. ഞാനും അവളെയും കൊണ്ടേ ഒന്ന് പുറത്തൊക്കെ പോകാൻ തന്നെ തീരുമാനിച്ചു. എവിടെയാണാവോ നീ പോകുന്നേ? അത് കുറിഞ്ഞിമല. എവിടെ? കുറിഞ്ഞിമല? എൻ്റെ പൊന്നു വിനീതേ, നീ ശരിക്കും പൊട്ടനാണോടാ എന്ന് ബേബി ചേട്ടൻ അപ്പം ചോദിക്കുക. ഈ കാടും മലയും കണ്ടു വളർന്ന അവക്ക് ആ കുറിഞ്ഞിമല പുതുമയുള്ള എന്തേലും ആണോ എന്ന് ചോദിക്കുക. വല്ലോ സിറ്റിയിൽ നിന്നും വരുന്ന പെൺകുട്ടികളാണെങ്കിൽ പിന്നെ നീ കൊണ്ട് കുറിഞ്ഞിമല കാണിച്ചാൽ അവരത് വിസ്മയത്തോടെ നോക്കി നിൽക്കും. പക്ഷേ ഈ കാട്ടും മലയും കുന്നും എല്ലാം കാണാപ്പാടെ അറിയാവുന്ന ഗംഗയ്ക്ക് അവിടെ എന്തു പുതുമ തോന്നാനാ? നീ അവളെ വേറെ എവിടെയെങ്കിലും സ്ഥലത്ത് കൊണ്ടുപോടാ. ബേബി ചേട്ടൻ എന്താ പറഞ്ഞു വരുന്നത്? നിനക്കൊന്നും അറിയില്ല, നീ ഇത്രയ്ക്ക് മൂരാച്ചിയായി പോയല്ലോ. ആ ഗംഗക്കൊച്ചന്റെ ജീവിതം നശിച്ചെന്ന് ഞാൻ പറയുള്ളൂ. ദേ ബേബി ചേട്ടാ, ചങ്കിക്കൊള്ളുന്ന വർത്താനം പറയരുത് കേട്ടോ. അപ്പം ബേബി ചേട്ടൻ എവിടെയൊക്കെ കൊണ്ടുപോകണമെന്നും എങ്ങനെയൊക്കെ ഗംഗയോട് പെരുമാറണമെന്നും ഒക്കെ പറഞ്ഞു കൊടുക്കുക. എടാ, ദൂരെ എവിടെയെങ്കിലും ഗംഗ ആഗ്രഹിക്കുന്ന, അത്രമേൽ കാണാൻ ആഗ്രഹിക്കുന്ന ഒരു സ്ഥലത്ത് നീ കൊണ്ടുപോകണം. നീ സിനിമയിലെ ഡയലോഗ് കേട്ടിട്ടില്ലേടാ? ഏത് സിനിമയിലെ? ഇവൻ ഇങ്ങനൊരു പഴഞ്ചനായി പോയല്ലോ എന്ന് ബേബി ചേട്ടൻ പറയാം. എടാ, നിങ്ങൾ ഒരുമിച്ചുണരണം. എന്നിട്ട് മുന്തിരി വള്ളികൾ തളർക്കുന്നതും പൂവിടുന്നതും കായ്ക്കുന്നതും ഒക്കെ ഒരുമിച്ച് കാണണം, നുകരണം. ഞാൻ പറയുന്ന മനസ്സിലാകുന്നുണ്ടോ? നമ്മുടെ ലാലേട്ടന്റെ മാസ്റ്റർ പീസ് സിനിമയല്ലടാ അത് എന്ന് ചോദിക്കോ. അങ്ങനെ ഇപ്പൊ എനിക്ക് മനസ്സിലായി എന്ന് പറയാം. ഇപ്പൊ നിനക്ക് മനസ്സിലായല്ലോ. ഈ രീതിയിലൊക്കെ നീ ആ പെൺകൊച്ചിനോട് സംസാരിക്കുക, ഇടപെട്. അവള് നിന്റെ വഴിയെ താനേ വരും. അല്ലാതെ നീ അവളുടെ പിന്നാലെ എത്ര നടന്നിട്ടും ഒരു കാര്യമില്ല എന്ന് പറയാൻ കേട്ടോ. ഇതേ സമയം നമ്മുടെ ഗംഗ കടയിൽ നിൽക്കുന്നത് ആ വഴിക്ക് പോകുന്ന സുജാത കാണുക. ഗംഗയെ കാണുമ്പം സുജാതയ്ക്ക് നല്ല ദേഷ്യം വരികയാണ്. സുജാത വീട്ടിലേക്കുള്ള സാധനങ്ങളൊക്കെ മേടിച്ചുകൊണ്ട് പോകുന്ന പോക്ക. അതവിടെ വെച്ചിട്ട് കടയിലേക്ക് കയറി ചെല്ലുക. ഇപ്പം ഗംഗയുടെ പ്രതിഷ്ഠ ഇങ്ങോട്ടാക്കിയോടാ സലീമെ എന്ന് സലിമോനോട് ചോദിക്കാം. ഇതാര്? സുജാത ചേച്ചിയോ? ചേച്ചി ഇരിക്കോ? ഞാൻ ഇരിക്കുന്നില്ല. എൻ്റെ മകന് ഇങ്ങനൊരു തള്ളയില്ലെന്ന് പറഞ്ഞ സ്ഥിതിക്ക് ഇനി ഞാൻ എന്തിനാ അവൻ്റെ കടയിൽ കയറി വരുന്നത്? അല്ലെങ്കിൽ തന്നെ അതവൻ ഇഷ്ടപ്പെട്ടില്ലല്ലോ. അല്ലെങ്കിലേ ഇവളെ കയറ്റി ഇവിടെ ഇരുത്തിയോ എന്ന് ചോദിക്കുക. എൻ്റെ മകൻ അവളെനിക്ക് ആകെ ഉള്ളൊരു ആന്തരിയായിരുന്നു. അവനെ ആടി നീയൊക്കെ എന്തോ വശീകരണ മന്ത്രം കൊടുത്ത് നിങ്ങളുടെ വഴിക്ക് കൊണ്ടുപോയത്. നിനക്കും നിന്റെ തള്ളയ്ക്കും ഇപ്പൊ സന്തോഷമായി കാണുമല്ലോ. മര്യാദയ്ക്ക് കുടുംബം നോക്കി ഞാൻ പറയുന്നത് അനുസരിച്ച് അന്തസ്സായിട്ട് ജീവിച്ചോണ്ടിരുന്നവനാ എൻ്റെ വിനീത്. അവനെ നീ വല വീശി പിടിച്ച്
നിന്റെ സാരിത്തുമ്പിലാക്കി. എന്നിട്ട് അവള് കഴുത്തിൽ താലിയും ഇട്ടോണ്ട് പെറ്റ തള്ളയുടെ മുന്നിൽ വന്ന് നിൽക്കുന്നു. നിനക്ക് നാണമുണ്ടോടി എന്ന് ചോദിക്കാം. അപ്പൊ സുജാതയുടെ ഈ സംസാരമൊക്കെ ചുറ്റും നിൽക്കുന്ന ആൾക്കാരൊക്കെ ശ്രദ്ധിക്കുകയാണ് കേട്ടോ. ഗംഗയ്ക്ക് തൊലി ഉരിഞ്ഞു പോകുന്നത്ര അപമാനം ഉണ്ടാകുകയാണ്. അമ്മായി പ്ലീസ്, ആൾക്കാരൊക്കെ ശ്രദ്ധിക്കുന്നു എന്ന് ഗംഗ പറയാ. ആരുടെ അമ്മായിടി? ഒരമ്മായിയല്ല, എൻ്റെ മോനെ വല വീശി പിടിച്ച വെറും ദുഷ്ടയാടി നീ. അവൻ എനിക്ക് ആകെ ഉണ്ടായിരുന്നൊരു ആൺകുട്ടിയാ. അവനെയാ നീ എൻ്റെ കയ്യിൽ നിന്ന് പിടിച്ചു വാങ്ങിയത്. ഇപ്പം നിന്റെ വാക്കിനു മേലെ അവന് ഒന്നുമില്ല. നിനക്ക് വേണ്ടി അവൻ ആരെ വേണേലും ഉപേക്ഷിക്കും. ഈ പെറ്റ തള്ളയെ വരെ അവൻ ഉപേക്ഷിച്ചടി. നീയൊന്നും ഒരു കാലത്തും ഗുണം പിടിക്കത്തില്ലടി എന്ന് പറയാ. നിന്റെ വിജയം ഈ താലി അല്ലടി. എൻ്റെ മുന്നിൽ ഈ താലി വിട്ടിങ്ങനെ നിൽക്കുമ്പോൾ നീ പൂർണ്ണമായിട്ടും വിജയിച്ചെന്ന ഒരു തോന്നലുണ്ടാകും. ഈ താലി ഞാൻ പൊട്ടിച്ച തീരാവുന്ന ബന്ധമേ ഉള്ളടി അവന് നീയും തമ്മിൽ എന്ന് പറയാ. എന്നിട്ട് ഗംഗയുടെ താലി പിടിച്ച് വലിച്ചു പൊട്ടിക്കാൻ നോക്കും. എന്താ അമ്മായി കാണിക്കുന്നത്? വിട്ടേ എൻ്റെ താലി എന്നും പറഞ്ഞാൽ ഗംഗ അവിടെ നിന്ന് കരയൂട്ടോ. അപ്പൊ സാലിമയ്ക്ക് ഇവരുടെ കുടുംബകാര്യത്തിൽ ഇടപെടാനും പറ്റില്ല എന്നുള്ള രീതിയിൽ നിസ്സഹായനായിട്ട് നിൽക്കുക. വിനീതാണെങ്കിൽ ഒട്ട് വരുന്നുമില്ല. ഇതൊന്നും വിനീത് അറിയുന്നില്ല കേട്ടോ. ഗംഗ അവിടെ നിന്ന് കരയും. അപ്പൊ ആൾക്കാരൊക്കെ ശ്രദ്ധിക്കുന്നുണ്ട്. ഇത് കണ്ട അവരെ താലിയിൽ നിന്ന് വിടും. ഈ താലി അധിക കാലമൊന്നും നിന്റെ കഴുത്തിൽ കിടക്കില്ലടി. നിന്റെ യഥാർത്ഥ സ്വഭാവം മനസ്സിലാക്കുമ്പോൾ അവൻ തന്നെ നിന്നെ ഇട്ടെറിഞ്ഞിട്ട് എൻ്റെ അടുത്തേക്ക് വരും. ഇപ്പം അവനെ നിങ്ങൾ വല വീശി പിടിച്ച് ആ വീട്ടിൽ വെച്ചിരിക്കുന്നത് വീട് നോക്കാനും അവന്റെ കാശടിച്ചു മാറ്റാനുമാണെന്ന് എനിക്ക് വ്യക്തമായിട്ട് അറിയാം. അവനേക്കാൾ വലിയ പുളിങ്കൊമ്പ് കണ്ട അതിലേക്ക് ചാടുന്ന നിന്റെ മനസ്സേ എനിക്ക് നന്നായിട്ട് അറിയാടി. നീയൊന്നും ഒരു കാലത്തും ഗുണം പിടിച്ച് ജീവിക്കാൻ പോകുന്നില്ല. പെറ്റമ്മയുടെ ശാപം നിന്റെ തലയ്ക്ക് മീതെ നിന്ന് കറങ്ങൂടി എന്ന് പറയാൻ കേട്ടോ. അപ്പം എന്നിട്ട് സുജാത അവിടെ നിന്ന് പോവാ. ഇത് കേൾക്കുന്ന ഗംഗ തകർന്ന് തരിപ്പണമായിട്ട് അവിടെ നിന്ന് കരയാണ് കേട്ടോ. ഈ ജീവിതം തനിക്കൊരു ഭാരമായിട്ട് മാറുമോ? ഇങ്ങനെ എപ്പോഴും മറ്റുള്ളവരുടെ പ്രാക്ക് കേട്ട് ജീവിക്കാൻ മാത്രം താൻ എന്ത് തെറ്റാ ചെയ്തതെന്നോർത്ത് ഗംഗ അവിടെ ഇരുന്ന് പൊട്ടി പൊട്ടി കരയുവാണ്. ഇതാണ് ആദ്യത്തെ എപ്പിസോഡിന്റെ വിശേഷങ്ങൾ. വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്, ലൈക്ക് ചെയ്യാനും മറക്കരുത്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻസ് വഴി എന്നെ അറിയിക്കാനും മറക്കരുത്. അപ്പോൾ എല്ലാവർക്കും ഗുഡ് ബൈ.